ഷാക്കിനെ കണ്ട സാറാ? എല്ലാവർക്കും ഞങ്ങളുടെ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ എന്തായാലും പോയി കണ്ടോളൂട്ടാ. ബുർജ് ഖലീഫ അറ്റ് ദ ടോപ്പ് വിശേഷങ്ങളാണ്. ഇന്ന് ഞങ്ങൾ ദുബായ് മോളിലെ അക്വേറിയം ആൻഡ് അക്വാ സൂ എക്സ്പ്ലോർ ചെയ്യാമെന്നതിന്റെ ഒരു കുട്ടി വ്ലോഗാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂബ ഡൈവ് ജീവിതത്തിൽ ഇതേവരെയും ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെ ശരിക്കും നമുക്ക് തോന്നിപ്പോവും ഒരു കടലിന്റെ ഉള്ളിലാണോ എന്ന്. വെള്ളത്തിലല്ലെന്ന് മാത്രം നമ്മള്. അപ്പോൾ സ്കൂബ ഡൈവും വെള്ളവും ഒക്കെ പേടിയുള്ളവര് എന്തായാലും ഇതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയാണ് അവര് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാഴ്ചകളിലേക്ക് പോകും മുമ്പ് അക്വേറിയത്തിന്റെ പുറത്തുനിന്നുള്ള വ്യൂസ് നമുക്ക് കാണാം. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ സാറയുടെ കുറച്ച് എക്സൈറ്റ്മെന്റ്സും. അപ്പോൾ ദുബായ് മോളിൽ വരുന്ന എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാതെ തന്നെ ഈ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാട്ടോ. ഞങ്ങളുടെ സാറക്കുട്ടനായിരുന്നെങ്കിൽ പുറത്തുനിന്നേ മിമി മിമി എന്ന് പറഞ്ഞ് സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. എവിടെയാ മിമി? ദുബായ് മോളിലെ അക്വേറിയം ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയമാണ്. അതിൽ 1000ഓളം മീനുകളും 140 തരം സ്പീഷീസും 300ഓളം ഷാർക്സും ഉണ്ടത്രേ. ഇനി നമുക്ക് അക്വേറിയത്തിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഒരു ടണൽ വഴിയാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഇത്രയും വലിയ മീനുകളെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ 2 പടുകൂറ്റൻ മീനുകൾ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഫേസ് ഇത്രയും അടുത്ത് കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ചിലര് പുച്ഛഭാവവും ചിരിക്കുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും ഒക്കെ തോന്നും. ഇത് കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സാറക്കുട്ടന്റെ മീനുകളുടെയും ഷാക്കുകളുടെയും ലോകത്തേക്ക് എത്തി. ഞങ്ങൾ 4 പാടുക്ക് നോക്കണ പോലെ അവളും 4 പാട് നോക്കായിരുന്നു കേട്ടോ. സാറക്കുട്ടന്റെ എക്സൈറ്റ്മെന്റ് കണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഒരു അക്വേറിയം 270 ഡിഗ്രി വ്യൂയിങ് ആംഗിൾ ആണ്. ഇനി നമുക്കതൊന്ന് ചുറ്റി കണ്ടാലോ? പല തരത്തിലും വലുപ്പത്തിലുള്ള ഷാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവരൊക്കെ ഹ്യൂമൻസ് ആയിട്ട് ഭയങ്കര മിംഗ്ലിംഗ് ആണ്. കാരണം മറ്റൊന്നല്ല, മിക്കതും ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാവും. അതുകൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ ആയിട്ട് അവർ ഭയങ്കര യൂസ്ഡ് ആയിരിക്കും. പിന്നെ ഇവരെ റെഗുലർ ഇൻ്റർവെൽസിൽ ഫീഡ് ചെയ്യുന്ന കാരണം ഇവർക്കൊക്കെ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി പൊതുവേ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ആ എക്സ്പീരിയൻസും ഇവിടെ നിന്ന് കിട്ടും. ഓരോ മീനുകളെയും അവർ സ്വിം ചെയ്യുന്നതും ഒക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഹാബിറ്റേറ്റ് ലൈക്ക് ഈ കാണുന്ന റോക്സും ലൈറ്റും ഒക്കെ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ അക്വാ സൂ ഓർ അണ്ടർ വാട്ടർ സൂയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ടണലിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അക്വാ സൂയിലേക്ക് എത്തി. ഇവിടുത്തെ കാഴ്ചകളാണെങ്കിലോ കടലിലും കരയിലുമുള്ള പലതരം ജീവികൾക്കും ഏറ്റവും സൂട്ടബിൾ ആകുന്ന അറ്റ്മോസ്ഫിയറും എൻവയോൺമെന്റും കൊടുത്താണ് ഇവർ ഈ സൂ സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പലതരം ജീവികളും അവയുടെ ഓരോ പ്രത്യേകതകളും ഇവിടെ കാണാൻ പറ്റി. ഓരോ ജീവികൾക്കും അവർക്ക് വേണ്ട ടെമ്പറേച്ചർ പോലും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു മോളിന്റെ ഉള്ളിൽ ഇത്രയ്ക്കും അടിപൊളിയായി സെറ്റ് ചെയ്തല്ലോ എന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തന്നെ തോന്നും. ഇതിനുശേഷം ഞങ്ങൾ നീർനായയുടെ അടുത്താട്ടോ എത്തുന്നേ. ജീവിതത്തിൽ ആദ്യമായിട്ട് നീർനായ നീരാട്ട് കണ്ടു കേട്ടോ. എന്ത് ക്യുക്കാന്ന് നോക്കും അവര് നീന്തുന്നത്. പോസ് ചെയ്യാനൊന്നും ഒരു മടിയില്ലാത്ത മീനുകളായിരുന്നു കേട്ടോ ഇവര്. ഇത് കണ്ട എങ്ങനെ വേണമെങ്കിലും അവര് പോസ് തരും.
അതേപോലെ തന്നെ അക്വേറിയത്തിൽ കാണാത്ത ഒരുപാട് തരം വെറൈറ്റി ഫിഷുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മീനുകളൊക്കെ കണ്ടുവരുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ഒരു പ്രത്യേക തരം മീനിനെ കാണിച്ചു തന്നു. ആ ബോർഡിലേക്ക് ഇവര് വെള്ളം ഷൂട്ട് ചെയ്തിട്ടാണ് ആ തീറ്റ എടുക്കുന്നത്. ആ മീൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇപ്പൊ ആ ബോർഡിലേക്ക് അവിടുത്തെ ഒരു ഫിഷ് വെള്ളം ഷൂട്ട് ചെയ്യും, കണ്ട. ഇതിന് ഞങ്ങള് ബുള്ളറ്റ് ഫിഷ് എന്ന് പേരിട്ടു. അങ്ങനെ ഞങ്ങൾ ഈ ആമേനൊക്കെ കണ്ട് പതുക്കെ നടന്നു വരുമ്പോൾ ദേ വരുന്നു വേറൊരു വെറൈറ്റി ഐറ്റം. ഞങ്ങൾ കുറേ നേരം ഇതിനെ നോക്കി നിന്നു. ഇതിന്റെ വായ അടയുന്നുണ്ടോന്ന്. എവിടെന്ന് ഇത് ഇങ്ങനെ തന്നെയാണ് നീന്തുന്നത്. ഇതെങ്ങനെയാണാവോ ഫുഡ് കഴിക്കണത് ദൈവത്തിനറിയാം. ഞങ്ങൾ എന്തായാലും ഇതിന് വാപ്പൊളിയും ഫിഷ് എന്ന് പേരിട്ടു. ഇതിന്റെ ശരിയായ പേര് അറിയുന്നവർക്ക് കമന്റ് ചെയ്യാട്ടോ. നമ്മൾ നേരത്തെ കണ്ട അക്വേറിയത്തിന്റെ മുകളിൽ കൂടെയാണ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെയാണ് നമുക്ക് ഡൈവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ അവർ ഒരുക്കിയേക്കുന്നത്. അങ്ങനെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ സാറക്കുട്ടന്റെ ഈ സൂവിലെ ഏറ്റവും ഫേവറേറ്റ് ജീവിയായ പെൻഗ്വിന്റെ അടുത്ത് എത്തുന്നത്. ഈ പെൻഗ്വിനൊക്കെ ഡൈവ് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതിന്റെ ഡൈവിങ് കാണാൻ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദേ ഇത് കണ്ടോ, ഈ ഒടുക്കത്തെ സ്പീഡും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ പെൻഗ്വിനെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഈ ഒരു പെൻഗ്വിൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ല, അതിന്റെ ഫ്രണ്ട്സ് ഒക്കെ ദേ അപ്പുറത്ത് സെയിം പൊസിഷനിൽ കുരിശുമ തറച്ചോണം കൈ വിരിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതെന്താ പ്രാർത്ഥിക്കാണോ എന്ന് തോന്നിപ്പോവും. അതോ ഇവരുടെ ട്രെയിനർ ഗ്രൂപ്പ് പണിഷ്മെന്റ് കൊടുത്ത് കൈ വിരിച്ച് പിടിച്ചേക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും എല്ലാ ഗ്രൂപ്പിലും കാണുമല്ലോ തല തെറിച്ച 2-3 എണ്ണങ്ങൾ. അതിലൊരാളാണ് അവിടെ നീന്നതെങ്കിൽ ഇവിടെ ഒരുത്തൻ ഇവിടെ കിടക്കുന്നു. പക്ഷെ ഇവനായിരുന്നു സാറക്കുട്ടന്റെ ഫേവറേറ്റ്. അല്ല, അങ്ങനെയുള്ളവർക്കാണല്ലോ എപ്പോഴും ഫാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതായിരുന്നു കേട്ടോ കിഡ്സിന്റെ ഫേവറേറ്റ് സ്പോട്ട്. അങ്ങനെ ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കിയപ്പോ ദേ 2 കടൽ കുതിരകൾ നീന്തി കളിക്കുന്നു. അവരുടെ ചെവി ഫാൻ പോലെ കിടന്ന് അടിക്കുന്നുണ്ട്, കണ്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ അത്. സാറക്കുട്ടൻ ദേ ഇപ്പോഴും നിന്നും ഇരുന്നും ഓരോന്ന് കണ്ടു നിൽക്കാം. അവിടുന്ന് വരാൻ തന്നെ നല്ല മടിയായിരുന്നു. അങ്ങനെ അവിടുന്ന് വരുമ്പോഴോ ഇത് കണ്ട ഒരു അടാർ ഐറ്റം. ഇതിന്റെ വലിപ്പം കണ്ട ശരിക്കും പേടിയാവൂട്ടോ. ബട്ട് പുള്ളിക്കാരൻ ഗാഢ നിദ്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ ഓന്തിനെയും കണ്ട് അതിന്റെ കലാവിരുദ്ധവും അതിന്റെ പതുക്കെ പതുക്കെയുള്ള നടത്തവും കണ്ട് നീങ്ങിയപ്പോ ദേ ഒരു തൂക്കുപാലം. ഇനി ആ തൂക്കുപാലത്തിന്റെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അതും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കിടുക്കാഴ്ചയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സാറയ്ക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളൊന്ന് ഇറക്കി നടത്തിയാലോ എന്ന് വിചാരിച്ചു. ദേ അവളെ ഞങ്ങളെ ഇറക്കി നടത്തി. അപ്പോഴും കണ്ട അവള് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം ഇത്തിരി ഒരു പകപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവള് ദേ നല്ല സൂപ്പറായിട്ട് നടന്നു. അങ്ങനെ ഞങ്ങളും ഹാപ്പി, അവളും ഹാപ്പി. അങ്ങനെ ഈ വീഡിയോയുടെ കൂടെ ദുബായ് മോളോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഡെസേർട്ട് സഫാരിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഡെസേർട്ട് സഫാരി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുവരേക്കും ഗുഡ് ബൈ. സീ യു ഓൾ സൂൺ. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.